ഹായ് ഓൾ, എന്തൊക്കെയാണ് വിശേഷം? സുന്ദരനല്ലേ? നമ്മളെ ജസ്ന സലീമിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാ. നമ്മളെ മത്തി തലതല്ലിച്ചത്ത മത്തി മുസ്ലിംസിന് കഴിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ജസ്ന സലീം അറിയാലോ അല്ലേ? നീ മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല എന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല എന്ന്. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അതും കൂടി പറയട്ടെ. അല്ല, ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? സലീമിന്റെ പണിയൊക്കെ കിട്ടോ പോയിക്കണ്. ഇപ്പൊ ജസ്ന മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് കേൾക്കാം. സന്തോഷം. പൂക്കാൻ വിളിച്ചാറുണ്ട്. വിഷമം കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. പിന്നെ നീ അധികം റിയേറ്റ് വീഡിയോ മോളെ. അല്ല, ഞാൻ അങ്ങനെ ചിലതിന് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് റിയാക്ട് ചെയ്തു പോകുന്നതാണ്. അതെ, അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. കാരണം നമ്മള് മനസ്സിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന റിയാക്ഷനാണ്, അറിയാതെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അതിന് ഒക്കലും ഒരുമിച്ച് വേണ്ടെന്ന് പറയാനാണ് ഇപ്പം ഞാൻ വന്നത്. എന്തായാലും കേൾക്കാം നമുക്ക് എന്താ പറയാനുള്ളത് എന്നുള്ള ചേച്ചിക്ക്. എല്ലാരും എന്നോട് അങ്ങനെ പറയാറുണ്ട്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, മൗനമാണല്ലോ ഏറ്റവും കൊടുക്കാവുന്ന മറുപടി. മൗനം വിദ്വാനുഭൂഷണം എന്നാ പറഞ്ഞിരിക്കണേ. പക്ഷെ അനക്കത് ചേരുമോന്ന് എനിക്കറിയില്ല. എന്നാലും പറയും, കേക്കട്ടെ. അല്ല ചേച്ചിയെ, ഈ വിളിച്ച ചേച്ചി ഏതാണെന്ന് എനിക്കറിയില്ല. ഈ ലസിത പാലക്കലും ഇവളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവർക്ക് രണ്ടാൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഉള്ള ഒരു എന്താ പറയാ, ഒരു യോഗ്യത ഉണ്ടോ? നിങ്ങൾ പറ. നിങ്ങളിപ്പോ ഇവൾക്ക് വിളിച്ചല്ലോ, എന്തായാലും ബാക്കി കേക്കട്ടെ. ചേച്ചി മുക്കാൻ വിളിച്ചതാണ് കൊണ്ടു. ലഹങ്ക കൊടുക്കുന്നത് ഓളും തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ കണ്ടത് ഓക്കെ നല്ലതന്നെ. പക്ഷെ അതിന് ശേഷം നമ്മളെ മറ്റേ കേക്ക് കുറിച്ചിട്ട് ഇതാക്കുന്നതെല്ലാം കണ്ടില്ല. അപ്പൊ കേസ് കൊടുക്കുന്നത് അങ്ങനെയല്ല നമുക്ക് വിഷമം തോന്നുന്നത്. അല്ല, ഓള് എന്റെ മക്കള് കേക്ക് മുറിച്ചതിന് ഓള് കേസ് കൊടുക്കും. ചേച്ചി സത്യത്തില് വിഷമം തോന്നിയിട്ട് വിളിച്ചതാണോ അതോ ഫോൺ എടുത്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഒന്ന് പറഞ്ഞതാണോ? അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും കേൾക്കാം. ഓള് കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ജനതയുടെ മുഴുവനും ആൾക്കാരുടെ പേരിൽ ഓള് കേസ് കൊടുക്കേണ്ടി വരും. ജയവും തോൽവിയും ഒക്കെ ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥി തോറ്റാൽ സ്ഥിരമായിട്ട് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആരാ മോനെ തെങ്ങുമ്മൽ ഞാനാണ് ഉമ്മ, ഇന്ന ആളുടെ പേര് പറഞ്ഞിട്ട്. കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് പോലീസുകാർക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. അല്ല, അതൊക്കെ പോട്ടെ. നമ്മളെ മത്തി തല്ലിയിട്ട് ചത്തതിന് ശേഷം നിങ്ങൾക്ക് തിന്നാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? അതിന് എനിക്ക് കണ്ടമാനം കിട്ടിയില്ലേ? മര്യാദ കിട്ടിയില്ലേ? എല്ലാ ആൾക്കാരും തന്നില്ലേ? ഇങ്ങനെ ഓരോ പൊട്ടത്തരം പിടിച്ച ചോദ്യങ്ങൾ ഇജ്ജ് ചോദിക്കും. ഇജ് ജസ്ന എന്നുള്ള പേര് മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ഇസ്ലാം മതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഗുണങ്ങളെക്കുറിച്ചോ അതിൻ്റെ അറിവുകളെ കുറിച്ചോ ഒന്നും നീ പഠിച്ചിട്ടില്ല. നീ പേര് മാത്രം ജസ്ന. 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ കുട്ടികൾക്ക് അറിയാം ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. മുസ്ലിംസിന് ചത്ത സാധനങ്ങൾ ഏതെല്ലാം കഴിക്കാന്നുള്ളത് അത് വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകളും നിനക്ക് പറഞ്ഞു തന്നില്ലേ?
അതിനെന്താ മറുപടി ഒന്നുമില്ല ഇപ്പം. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ വിവരമില്ലായ്മ അലങ്കാരമാക്കിയിട്ടാണ് കൊണ്ടെടുക്കുക, എന്നിട്ട് വായ തോന്നിയത് കോതക്ക് പോട്ടാറിന് പോലെ വിളിച്ചു പറയാം. കഷ്ടം. നല്ല എയറിലാണ് കയറി നോക്കുമ്പോൾ ഇപ്പം ആ വിഷയം വിട്ടു. സത്യത്തിൽ ഇജ് മദ്രസയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇജ മദ്രസയുടെ ഗേറ്റ് വരെ ചെല്ലും, ഗേറ്റ് തുറക്കും അടക്കും, ഇജ് പോരും. ഇതെല്ലാം എൻ്റെ ഇരുന്ന് പരിപാടി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും പഠിക്കാൻ പറ്റൂല. ഒരു 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ വരെ പോയെങ്കിലും എന്തെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നു. അറ്റ്ലീസ്റ്റ് ഇജ് അലിഫ് ബാഗ് താഴ് എന്നുള്ള ആ സാധനമെങ്കിലും ഒന്ന് പഠിക്ക്. ഗൾഫിൽ പോയ ആൾക്കാർക്ക് എന്തായാലും 1 മുതൽ 10 വരെ എണ്ണാൻ പഠിച്ചിട്ട് അവർ പോലുള്ളൂ. ഇജ് ഇത് അതും കൂടി പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്ത് ഘട്ടകാലത്തിന് ഇജ് മദ്രസയിൽ പോയത്? അല്ലെങ്കിൽ ഈ പേരും വെച്ച് നടന്നത്? എവിടെ പോയാലും കലാപരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഇതന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നമുക്ക് അടുത്ത കേൾക്കാം. ഇതിലിടക്ക് വേറെ എന്തോ ഒരു സംഭവം, ഒരു വീഡിയോസ് ഞാൻ കണ്ടു. ഏതോ ഒരു സ്വാമി നിന്റെ വീഡിയോക്ക് കമൻ്റ് ഇട്ടപ്പോൾ ആ കമൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് നീ അവരുടെ അടുത്തേക്ക് പോയത്. എന്നിട്ട് വയറടിച്ച് കിട്ടിയില്ലേ? അയാളെ അനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും പറ്റിയില്ല. പറ്റൂല. കാരണം എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇജാതി കമന്റ് തന്നെ ഇടാൻ തോന്നുള്ളൂ. അതിന് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം നേരാവേണ്ട ഈയാണ്. ഈ എങ്ങനെ നേരാവുക? കാരണം എനക്ക് ഒക്കെ വൈറലാക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ നടക്കണേ. അരുണേട്ടൻ ആങ്ങളയാണെന്ന് പറഞ്ഞു. അരുണേട്ടൻ ആങ്ങളയാണോ അല്ലേ എന്നുള്ളത് നിങ്ങളെ വീഡിയോസ് കണ്ട അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അറിയില്ലേ? അരുണേട്ടൻ്റെ ബസ്സിലിരുന്ന് എൻ്റെ കാലുമുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആളുകൾ നല്ല കമൻ്റ് ഇട്ടില്ലേ? ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം കുടിക്കാൻ ഇറങ്ങൂല. അതാണ് അവസ്ഥ. എന്നിട്ട് അങ്ങനത്തെ ഇജ്ജാണ് ലസിതാ പാലക്കലിനെ ഊക്കാൻ പോയിക്കണേ. ഒരു കയറിൻ്റെ 2 തലക്കലും നിങ്ങൾ രണ്ടാളും കെട്ടാം. എന്നിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കാൻ. അതിനൊന്നും ഇജ്ജായിട്ടില്ല. കാരണം ഇജ്ജ് അതിനെ ആവണം എന്നുണ്ടെങ്കിൽ ഇജ്ജ് ആദ്യം നന്നാവണ്ടേ. മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൽ ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ്, അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ ചിലവർ ഇങ്ങനെ പോവുക. കാരണം അത് അത്രേ വൃത്തി ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് ചില ആളുകളുടെ അവസ്ഥയും വായിന്ന് വരുന്ന വാക്കുകളും. എന്നിട്ട് ലസിതാ പാലക്കലിനെ നോക്കാൻ പോയിക്കണേ. ഈ ഫോൺ വിളിച്ച അമ്മായി നന്നായിട്ടാണ് നോക്കി വിട്ടു. ഇപ്പൊ തൃപ്തിയായില്ലേ? സന്തോഷം. ഇനിയും കിട്ടാൻ കിടക്കുന്നുണ്ട് പലതും. കുറേ വിശ്വാസികളായ ജനങ്ങളെ വഞ്ചിച്ച് ഒരു കണ്ണൻ്റെ ഫോട്ടോ വരക്കുകയാണെന്നും പറഞ്ഞിട്ട് കുറച്ചു കാലം അതിൻ്റെ പിന്നാലെ നടന്ന് ഇപ്പം അത് മാർക്കറ്റിംഗ് ഇല്ലയെന്ന് കണ്ടുനോക്കുമ്പോൾ ഇപ്പോഴേ അടുത്ത ഉടായ്പകളായിട്ട് മാറ്റി വരുന്നത്. എന്തായാലും തരികിട പരിപാടികളൊന്നും അധികകാലം മുന്നോട്ട് പോകില്ല. ആളുകൾക്കൊക്കെ അന്നം തിന്നണ ആളുകൾ റേഷൻ കടയിലെ അരിയാണ് കഴിക്കുന്ന ചില ആളുകൾക്ക് ബുദ്ധിയുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ശരി, എന്തെങ്കിലും 2 വാക്ക് പറയാതെ പോയാൽ നമുക്കൊരു സമാധാനം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.